തിരുവനന്തപുരം ആത്മീയ ആചാര്യന്മാരുടെ പറുദീസയായിരുന്നു, വിളനിലമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം പേട്ടയിൽ ജ്ഞാനപ്രകര സഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ടായിരുന്നു. അത് വിദ്വൽ സഭയായിരുന്നു. അത് നയിച്ചിരുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു. അത് കുടിപ്പള്ളിക്കുടവും പിന്നെ കേരളത്തിലെയും ലോകത്തിലെയും എല്ലാ രാജ്യങ്ങളിലെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സാഹിത്യത്തെയും എല്ലാം കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അവിടെ മനോമണി സുന്ദരംപിള്ള എന്ന റാങ്കോടുകൂടി ഫിലോസഫി പാസ്സായിട്ടുള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ വ്യക്തിയായിട്ടുള്ള മനോമണി സുന്ദരംപിള്ള, അദ്ദേഹത്തിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്. മനോമണി സുന്ദരംപിള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. മനോമണി സുന്ദരംപിള്ള എഴുതിയ ഗാനമാണ് തമിഴ്നാട്ടിൽ അവരുടെ സംസ്ഥാന ഗീതമായിട്ടൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനോമണി സുന്ദരംപിള്ളയുടെ ആ ഒരു പാണ്ഡിത്യം ചട്ടമ്പി സ്വാമികൾക്ക് പിന്നെ വലിയ രൂപത്തിലുള്ള ചിന്തയും അതുപോലെ തന്നെ പിന്നെ വിചാരധാരയും ഒക്കെ ഉണ്ടാകുന്നത് ഈ വിദ്വൽ സഭകളിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ, അയ്യാഗുരു ഇവരുടെ എല്ലാവരുടെയും ഹഠയോഗവും ശിവരാജ് യോഗവും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള പിന്നെ അവരുടെ ഒരു ആത്മീയ ഗുരു എന്നുള്ള നിലയിലുള്ള വ്യക്തിത്വമായിരുന്നു അയ്യാഗുരു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വൈകുണ്ഠസ്വാമികൾ, അതുപോലെ തന്നെ അയ്യങ്കാളി. ആലോചിച്ച് നോക്കൂ, ഒരു കാലഘട്ടമെന്ന് പറയുന്നത് ഹൈന്ദവ മതത്തിൽ ജനിച്ച് ഹൈന്ദവ മതത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയോ മാറ്റത്തിന് വേണ്ടിയോ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചവർ, വിവിധ ജാതിയിൽപ്പെട്ടവർ. ജന്മം കൊണ്ട് ഈഴവനായ ശ്രീനാരായണ ഗുരു, ജന്മം കൊണ്ട് നായർ സമുദായത്തിൽപ്പെട്ട ചട്ടമ്പി സ്വാമികൾ, ജന്മം കൊണ്ട് ശൈവവെള്ളാള സമുദായത്തിൽ ജനിച്ച അയ്യാഗുരു, പിന്നെ അന്ന് അയ്യാഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ട് നിരവധി ആളുകൾ, ഫെർണാണ്ടസ്, കൊല്ലത്തമ്മ, ധാരാളം ആളുകൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ. അപ്പോൾ ഇവരുടെ ഒരു വിദ്വൽ സഭ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അതാണ് കേരളത്തിൽ അന്ന് വലിയ മാറ്റമുണ്ടാക്കിയത്. ഗുരുദേവനെ കൊണ്ട് ശിവപ്രതിഷ്ഠ ചെയ്യിക്കുന്നതിലും അയ്യങ്കാളിയെ കൊണ്ട് വലിയ നവോത്ഥാന കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനുമൊക്കെ വലിയ ഇടപെടലാണ് ഇവർ എല്ലാവരും നടത്തിയത്. അതുപോലെ തന്നെ സദാനന്ദ സ്വാമികൾ, അദ്ദേഹവും പാലക്കാട് ജനിച്ച് കൊട്ടാരക്കരയാണ് അദ്ദേഹത്തിന് ആശ്രമമെങ്കിലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് വെങ്ങാനൂരൊക്കെ കേന്ദ്രീകരിച്ച് ധാരാളം പ്രവർത്തനം നടത്തിയിരുന്നു സദാനന്ദ സ്വാമികൾ. അദ്ദേഹം മേനോൻ സമുദായത്തിൽ ജനിച്ച ആളാണ്. നാനാജാതി വിഭാഗങ്ങളിൽ ജനിച്ചവർ ഹിന്ദുമത ആചാര്യന്മാരുടെ കീഴിൽ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കീഴിൽ വളരെ ഗൗരവമായി ഇടപെട്ടിരുന്നു. അങ്ങനെ ഇടപെട്ടപ്പോഴാണ് വേദപഠനമാകട്ടെ, അതുപോലെ തന്നെ മറ്റ് ചിന്തകളാകട്ടെ, ആചാരങ്ങളാകട്ടെ, അനുഷ്ഠാനം, ഇതെല്ലാം സാർവത്രികമാക്കാൻ അവർ സഹായിച്ചത്. ഒരാളും ഒരു വ്യക്തിത്വവുമല്ല ഈ പറയുന്ന ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ, പണ്ട് വേദം പഠിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ശൂദ്രന്മാരും ബ്രാഹ്മണന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഇതൊക്കെ പഠിക്കാമല്ലോ. അങ്ങനെ എല്ലാവർക്കും ഇതൊക്കെ പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണമെങ്കിൽ എടുക്കുവാനും വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി തന്നത് ഈ ഹിന്ദുമത സന്യാസിമാരാണ്, ഹിന്ദുമത ആചാര്യന്മാരാണ്. നമുക്കവരെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അവർ ജന്മം കൊണ്ട് ഹിന്ദുമതത്തിൽ ജനിച്ചത് കൊണ്ടാണ് അവർക്കങ്ങനെ ജനാധിപത്യപരമായി ചിന്തിക്കാൻ കഴിയുന്നത്, അവർക്കങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി സർവ്വതിനെയും നിരൂപണം ചെയ്യാൻ കഴിയുന്നത്, വിശകലനം ചെയ്യാൻ കഴിയുന്നത്, ജനങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ കഴിയുന്നത്. നാസ്തികനെന്നോ ആസ്തികനെന്നോ ആരും വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത്, സർവ്വ ലൗകിക പ്രേമത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വമാനവികതയെക്കുറിച്ചൊക്കെ പറയുവാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഈ ഭരണഘടനയിൽ വന്നിട്ടുള്ള എത്രയെത്ര കാര്യങ്ങൾ, സത്യമേവ ജയതേ തുടങ്ങി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും അഹിംസയുടെയും ഇതെല്ലാം എവിടെ നിന്നാണ് വന്നത്? ഭാരതീയ ജ്ഞാനചിന്തകളിൽ നിന്നാണ്, ഭാരതത്തിൻ്റെ വിജ്ഞാന ഭണ്ഡാകാരത്തിൽ നിന്നാണ്, വേദങ്ങളുടെ ഉപനിഷത്തുകളുടെയും ബാക്കിപത്രമാണ്. ഇതെല്ലാം പ്രചരിപ്പിച്ചത് കേരളത്തിൽ. ഇതൊക്കെ ആദിശങ്കരൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം ആലുവയിലായിരുന്നു, പിന്നെ നമ്മുടെ മറ്റൊരു ജില്ലയിൽ എറണാകുളം ജില്ലയിലായിരുന്നു. അതേസമയം തിരുവനന്തപുരത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദ്വൽ സഭയും ഈ ആചാര്യന്മാരുടെയും വലിയ ചർച്ചകൾ നടക്കുമായിരുന്നു. അങ്ങനെയുള്ള ചർച്ചകളിലൂടെയാണ് ഒരു പരിവർത്തനം ഇവിടെ ഉണ്ടായത്, വലിയ പരിവർത്തനമാണ് ഉണ്ടാക്കിയത്. ആ പരിവർത്തനത്തിലൂടെയാണ് ഇന്നിപ്പോൾ ഇരുന്ന് ഓരോ ചാനലിലാകട്ടെ പത്രങ്ങളിലാകട്ടെ ഇരുന്ന് ഹൈന്ദവ നാമധാരികളായിട്ടിരുന്ന് എല്ലാവരെയും വിമർശിക്കാൻ കഴിയുന്നത്, ആരെയും മുഖത്ത് നോക്കി എന്തും പറയാൻ കഴിയുന്ന സ്വാതന്ത്ര്യം കിട്ടിയത്, ആ ജനാധിപത്യ ബോധം കിട്ടിയത് ഈ ആചാര്യന്മാരോട് കടപ്പെട്ടിരിക്കുന്നു, ഈ ഗുരുക്കന്മാരോട് കടപ്പെട്ടിരിക്കുന്നു, ഈ സ്വാമിമാരോടും സന്യാസിമാരോടും നാം കടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചറിയാതെ നാം പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഗൗരവമായ ഒരു വിഷയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, സിന്ധു സൂര്യകുമാറിൻ്റെ 66 കോടി ആളുകൾ അവിടെ പ്രയാഗ്രാജിൽ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. പോട്ടെ, 66 കോടിക്ക് ഒരു 6 കോടിയെങ്കിലും പറയും, ഞാൻ 10% പറയുന്നു, 6 കോടിയെങ്കിലും പങ്കെടുത്തു എന്ന് വിചാരിക്കുക. അതിൽ കേരളീയർ എത്ര പേർ പങ്കെടുത്തു? അവർ കേരളീയർ പങ്കെടുത്തത് കൊണ്ട് അത് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ഗുണമുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്.
അവിടെ അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ ഗുണമുണ്ടാക്കി കൊടുക്കുന്നൊരു ജനതയല്ല ഇന്ത്യൻ ജനത. അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ജനത അയോധ്യയിൽ രാമക്ഷേത്രം പണിതിട്ടും രാമക്ഷേത്രം പണിയുന്നതിനൊക്കെ മുന്നിൽ നിന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ ഗുണം കിട്ടിയില്ല. അവരുടെ പാർട്ടിക്ക് അതിൻ്റെ ഗുണം കിട്ടിയില്ല. ജനങ്ങൾ അങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പിന്നെ കോൺഗ്രസ്സിന് ഭാരതത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തില്ല. കേരളീയർ വോട്ട് ചെയ്തു. അത് പിന്നെ കേരളീയർ വേറൊരു സ്വഭാവക്കാരനാണല്ലോ. അടിമ മനോഭാവത്തിൽ ജീവിച്ച ഒരു കൊളോണിയൽ മനസ്സിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് മലയാളി. അതുകൊണ്ട് അവർ വോട്ട് ചെയ്തു. അത് വേറെ ആളുകളെ പിന്നെ അവർക്ക് തന്നെ വോട്ട് ചെയ്തു. മറ്റൊരാളും കോൺഗ്രസ്സിനന്ന് വോട്ട് ചെയ്തില്ല. അതുപോലെ ഞാൻ അയോധ്യയിലെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ യു പിയിൽ വലിയ വോട്ട് കുറവാണ് ഉണ്ടായത് ഭരണകക്ഷിക്ക്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്കും യു പി ഭരിക്കുന്ന കക്ഷിക്കും വലിയ വോട്ട് ഷെയറിൽ കുറവുണ്ടായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ അങ്ങനെ വോട്ട് ചെയ്യണ്ടേ? അങ്ങനെ ഹൈന്ദവവൽക്കരിക്കാനോ ഹിന്ദുത്വം കൊണ്ടുവരാനൊന്നും കഴിയില്ല. കാരണം ഹിന്ദു എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ സത്യത്തിലും ധർമ്മത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. അവർ നൂറ്റാണ്ടുകളായി, എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 5000 വർഷത്തോളം ചരിത്രമുള്ള കുംഭമേള, അത് 144 വർഷം ഇപ്പോൾ ആയി എന്നുള്ളതല്ലേ ഉള്ളൂ. ഇനി അടുത്ത വർഷമാണ് 144 ആയെങ്കിലോ, അല്ലെങ്കിൽ 10 വർഷം മുമ്പായിരുന്നു ഒരു 144 വന്നിരുന്നെങ്കിലോ അപ്പോഴാകുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുംഭമേളകളെ വിമർശിക്കാം. നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന്, ഞാൻ വിമർശിച്ചതിനല്ല പറയുന്നത്, വിമർശിച്ചതുമല്ല, പക്ഷെ നമുക്ക് ആ സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ ആചാര്യന്മാരാണ്. അതിൻ്റെ ഒരു വിദ്വത്സഭാ കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ, ഈ കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാത്തൊരു അഭിമാനബോധം തോന്നും. ഹിന്ദുവായി ജനിച്ചതിൽ വലിയ അഭിമാനബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം ഈ ആചാര്യന്മാരുടെ കുലത്തിൽ പിറക്കുവാൻ, അവരുടെ പരമ്പരയുടെ പിന്മുറക്കാരനാവുവാൻ കഴിയുക എന്ന് പറയുന്നത് ജന്മാന്തരങ്ങൾ കൊണ്ടുള്ള സുഹൃതമാണ്. അപ്പോൾ ആ സുഹൃതം തീർച്ചയായിട്ടും ആസ്വദിക്കുക, അത് പഠിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളത് ഏതൊരു ഹിന്ദുവിൻ്റെയും ഏതൊരു സനാതനവാദിയുടെയും സനാതനധർമ്മക്കാരൻ്റെയും ആചരിക്കേണ്ട വിഷയമാണെന്ന് ഗൗരവമായി ഞാൻ കാണുന്നു.